EPMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ മോർത്ത് SPD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. ബി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SPD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. സി. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. കഴിഞ്ഞ കാലയളവിലൊക്കെ പ്രതിപക്ഷത്തിരുന്ന UDF ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ളൊരു കാര്യം, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന അമിതമായിട്ടുള്ളൊരു പ്രാധാന്യം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ടെൻഡറുകൾ പോലും വിളിക്കാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ VD സതീശനാണെങ്കിലും, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനാണെങ്കിലും, KC വേണുഗോപാലാണെങ്കിലും ഒരുപാട് തവണ എടുത്ത്, അതുപോലെ പല നേതാക്കന്മാരും ഒരുപാട് തവണ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, VDയുടെ ഒരു വാക്ക് തന്നെ ഇങ്ങനെയായിരുന്നു: CPMന്റെ അഴിമതിപ്പണം പാർക്ക് ചെയ്യുന്ന ഇടമാണ് ഊരാളുങ്കൽ എന്ന്. KCയുടെ വാക്കുകളിലേക്ക് വന്നാൽ, ഇടതുപക്ഷ ഭരണത്തിന്റെ തുടക്കവും ഒടുക്കവും, അതായത് അവരുടെ ഒരു പ്രാരംഭഘട്ടം മുതൽ അവസാനം വരെ മൊത്തം എല്ലാം ഊരാളുങ്കലായിരുന്നു എന്ന് KC വേണുഗോപാൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഊരാളുങ്കലിനെ ഇപ്പോൾ സഭയിൽ PK ബഷീറിന്റെ വാക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്നത് ഈ ഒരു വിഷയം വരുമ്പോഴാണ്. ഇത്രയും വിമർശിച്ചിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി, അല്ലെങ്കിൽ ഇത്രയും കള്ള ഇടപാടുകളുണ്ട്, അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഏറ്റവും ഈ പറയുന്നത് പോലെ മോശപ്പെട്ട ഒരു ഇതായിരുന്നു എന്ന് പറഞ്ഞിരുന്ന അതേ ആളുകൾ PK ബഷീർ ഇപ്പോൾ സഭയിൽ പറഞ്ഞിരിക്കുന്നത്, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള പ്രത്യേക പരിഗണനയും നൽകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ പറയുന്നത്, വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു പ്രവൃത്തിയും സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട് എന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബഷീർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഊരാളുങ്കലിന്റെ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കാലതാമസം നേരിടുന്നത്, അതിന്റെ ഒരു റീസൺ ആയിട്ട് അദ്ദേഹം പറയുന്നത്, ഒരുപാട് കോൺട്രാക്റ്റുകൾ അവർക്ക് കൊടുക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് കാലതാമസം വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വന്നത്? അവിടെയും വെള്ളപൂശയാണ്. അതായത് അവരുടെ പ്രവർത്തന മികവ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വാല്യൂ കൊണ്ട് അവർക്ക് തന്നെ എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് വർക്കുകൾ അവർക്കുള്ളത് കൊണ്ടാണ് കാലതാമസം നേരിടുന്നത്. ഇത്രയും അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ ഊരാളുങ്കൽ സൊസൈറ്റി പിണറായി വിജയനുമായിട്ടുള്ള അവിശുദ്ധ ഇടപാടുകൾ, അല്ലെങ്കിൽ കണ്ണൂർ അവിടെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഊരാളുങ്കലിന്റെ പെട്ടെന്നുള്ള വളർച്ച ശരിക്കും നമ്മളെ തന്നെ ഞെട്ടിക്കുന്നതാണ്. കോടികളുടെ വളർച്ചയിലേക്കാണ് അവർ. 9.5 ലക്ഷത്തിൽ നിന്ന് ആരംഭിച്ച ചെറിയൊരു കമ്പനി പിന്നീട് ഒരു എന്താ പറയാ, കുറച്ച് വർഷം കഴിയുമ്പോൾ 10 കോടിയുടെ ടെന്യൂർ ഉണ്ടാക്കുന്നവര്, വലിയ തരത്തിലുള്ള എന്താ പറയാ, അന്നേ വരെ ആരും കാണാത്ത വലിയ തരത്തിലുള്ള വളർച്ച, വെറും വർഷങ്ങളുടെ ഇടവേള കൊണ്ട് ഇത്തരത്തിലുള്ള വളർച്ച വരുന്നത്. മാത്രമല്ല, ഗവൺമെന്റ് ഏത് തരത്തിലുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് ആദ്യം അറിയുന്നത് ഊരാളുങ്കളാണ്. അതിനാദ്യം വേണ്ടി കോൺട്രാക്ട് ഈ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റ് എഴുതി അയക്കുന്നത് ഊരാളുങ്കളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെ ലോസാണ് അവർ പറയുന്നത് അതനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള സാധനം തയ്യാറാക്കി ഒരാളുകൾ അയക്കുന്നു. അത് സാധനം അതേപോലെ ഇവർക്ക് കോൺട്രാക്ട് ഒപ്പിടാനും കൊടുക്കുന്നു. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് അദാനി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണോ, അവർ തമ്മിലുള്ള ഒരു ഇരിപ്പുവശം എന്താണോ, അതുപോലെ തന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനിയെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്താണ്. മോദി അദാനി ബന്ധം പോലെ തന്നെയായിരുന്നു പിണറായി ഊരാളുങ്കൽ ബന്ധം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലിരിക്കുന്ന ഒരു കമ്പനിയെ ഇത്രയും നാളെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തിന് ഇത്രയും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് PK ബഷീർ സഭയിൽ നടത്തിയ ഒരു പ്രസ്താവന, അതിന്റെ ബേസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചയെ പോലും വെള്ളപൂശയാണ് ചെയ്യുന്നത്. അതായത് കാലതാമസം നേരിടുന്നതിന്റെ കാരണം അവർക്ക് ഒരുപാട് വർക്കുകൾ ഉള്ളതുകൊണ്ടാണ്. അതായത് ഈ കേരളത്തിൽ വേറെ ഒരു കമ്പനികളും ഗുണനിലവാരമുള്ളതില്ല, ഊരാളുങ്കലിന് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ അവർക്ക് ചെയ്യാവുന്നതിലും അധികം വർക്ക് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ടെൻഡറുകൾ വെച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കൂ. അതിലും എമൗണ്ട് കുറച്ച് വിളിക്കുന്ന ടെൻഡറുകൾ വെക്കുന്നതും നല്ല ഗുണനിലവാരത്തോടുകൂടി ചെയ്യുന്ന കോൺട്രാക്ട് കമ്പനികളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല കേരളത്തിൽ. ഊരാളുങ്കലിന് മാത്രം ഇത്രയും വർക്ക് ലോഡ് കൊടുക്കുന്നത് കൊണ്ട് അവർ കാലതാമസം നേരിടുന്നു എന്ന് പറയുന്ന വെള്ളപൂശുന്ന രീതിയിലേക്ക് PK ബഷീർ എന്തുകൊണ്ട് മാറി എന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞ പോലെ ഭരിച്ചത് പിണറായി വിജയനായിരുന്നു. അന്ന് ഇവരൊക്കെ പ്രതിപക്ഷത്തായിരുന്നു.
ഇപ്പോൾ ഒരു അതിരൂക്ഷമായ ഊരാളുങ്കലിനെ പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നു. ഒരു പക്ഷേ പിണറായി വിജയൻ്റെ അടുക്കളയിലാണ് ഈ പിന്നെ ഊരാളുങ്കലിൻ്റെ കമ്പനി എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. പക്ഷേ അതേ ലീഗുകാർ ഇപ്പം ഇത്തരത്തിൽ മാറ്റി വന്നു. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഈ ലീഗുകാർക്ക് പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം വലിയ തരത്തിലുണ്ട്, ഭരണത്തിലിരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്നു. അപ്പോൾ PM ശ്രീയെ നഖശിഖാന്തരം എതിർത്ത ഒരു പാർട്ടിയാണ് ലീഗ്. അത് തുടക്കം മുതലേ ലീഗ് പറഞ്ഞത് അത് അറബിക്കടലിൽ വലിച്ചെറിയേണ്ട ഒന്നാണ് എന്നുള്ളത്. പക്ഷേ അതേ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയാവുന്നു. അവർ പറഞ്ഞു കുഴപ്പമില്ല, അതായിട്ട് മുമ്പോട്ട് പോയി യാതൊരുവിധ പ്രശ്നവും ഇല്ല, അത്തരത്തിലുള്ള ലോസൊന്നും അതിലില്ല എന്ന് അവർ പറയുന്നു. അപ്പം അവർക്കിടയിൽ തന്നെ അന്നൊരു നിലപാട്, ഇന്നൊരു ഭരണം കിട്ടുമ്പോൾ മറ്റൊരു നിലപാട്. സെയിം സാധനമായിട്ടുള്ള ഞാൻ PK ബഷീറിൻ്റെ നിലപാടും കാണുന്നത്. അന്നൊരു നിലപാട്, ഇപ്പം ഭരണം കിട്ടി PK ബഷീറൊക്കെ ഒരു നേതാവായി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മറ്റൊരു നിലപാട്. ലീഗിൻ്റെ പല വിഷയങ്ങളിലും എനിക്ക് നിലപാടില്ലായ്മ മീൻസ് ഇത് മൊത്തം പാർട്ടി അടിച്ചാക്ഷേപിച്ച് പറയല്ല, UDF എല്ലാ കക്ഷിയും പറയല്ല. പക്ഷേ ലീഗിൽ പല നേതാക്കന്മാർക്കും ലീഗിൻ്റെ ഇടയിൽ തന്നെ ഇത് വലിയ തരത്തിൽ പ്രശ്നമായിട്ട് MSF അടക്കം പരസ്യ ആഹ്വാനം, നവാഫ് അടക്കം MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ലീഗിൻ്റെ മന്ത്രിക്ക് താക്കീത്, PM ശ്രീയിൽ താക്കീത് കൊടുത്ത് നമ്മൾ കണ്ടതാണ്. അതേപോലത്തെ ഒരു താക്കീത് കിട്ടേണ്ട അവസ്ഥയിലേക്ക് PM ബഷീർ ഈ പറഞ്ഞ പോലെ ബഷീർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. PK ബഷീർ എത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇപ്പൊ VT ബൽറാം തന്നെ ചോദിക്കുന്നുണ്ട് അവിടെ ഊരാളുങ്കലിന്റെ കുത്തക ഒഴിവാക്കുമോ, ഇനിയെങ്കിലും ഒഴിവാക്കുമോ എന്നുള്ളത് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് 10 വർഷം കൊണ്ട് അവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള കുത്തക ഇനിയെങ്കിലും ഒഴിവാക്കുമോ എന്ന് കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കും, അല്ലാതെ ഊരാളുങ്കലിനെ നേരിട്ട് തള്ളി പറയാൻ ഈ പറയുന്ന PK ബഷീർ തയ്യാറാവുന്നില്ല. അതിൻ്റെ ഒരു നയമാറ്റം ഇപ്പോൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ CPM-ലാണ് ഇത്രയും അധികം ഒന്നിനേക്കാളും ഒന്നിനെ പോലും നാണിപ്പിച്ചുകൊണ്ടുള്ള നയമാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ PK ബഷീറിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു, അതും സഭയിൽ VD സതീശൻ്റെയൊക്കെ മുൻപാകെ ഇത്തരത്തിലൊരു ഇത് പറയുമ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു വളർച്ച എങ്ങനെ നോക്കിയാലും അതിൽ അഴിമതിയുടെ ഒരു കറ പുരണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്ര നല്ല കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിസ്സാര മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനം വർഷങ്ങൾ കണ്ണ് ചിമ്മി തുറക്കും മുമ്പ് കോടികളുടെ ടെന്യൂർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബിസിനസ് സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഇതുപോലും അവർ പോലും പഠിക്കേണ്ട അല്ലെങ്കിൽ MBA ഒക്കെ സബ്ജക്റ്റ് ആക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ശരിക്കും ഒരു പാഠപുസ്തകമാക്കേണ്ടതാണ് ഒരാളുകളുടെ വളർച്ച. എന്താ പറയാ, ഇന്റർനാഷണൽ തലത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനും വലിയ തരത്തിൽ വിശകലനങ്ങൾക്കും വിധേയമാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പെട്ടെന്ന് ഒരാൾ ഒരു ബിസിനസ്സിൽ എങ്ങനെ കോടീശ്വരനാവാന്നുള്ളത് വെറുതെ ഈ പറഞ്ഞ പോലെ പല ബിസിനസ് കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരാളുകളുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഉണ്ടാക്കിയാണ്ട് ഹൗ ടു ബിക്കം എ സക്സസ്ഫുൾ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ഒരാളുകളൊരു കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിച്ച് പന്തലിച്ച് കയറാൻ പറ്റുന്ന ഒരു രീതിയായിട്ട് അത് മാറും എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു എന്താ പറയുക തമാശ രൂപയുടെ പറയുന്നുണ്ട്. അത് ഇതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിന് അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റാത്ത. ഇപ്രാവശ്യം ഊരാളുങ്കലിന്റെ ഒരു പ്രധാന അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല കമ്പനിക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു രംഗത്തെ മികച്ച സേവനത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഊരാളുങ്കലിനാണ് ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിന് ആധാരമായിട്ടുള്ളത് പെരുമ്പളം പാലമാണ്. അതായത് കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലം, എൻ്റെ നാട്ടിലെ സ്വന്തം പാലം. പക്ഷേ ആ പെരുമ്പളംകാരി ആയിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, പെരുമ്പളം പാലത്തിന്റെ പേരിൽ ഊരാളുങ്കലിന് പെരുമ്പളം പാലം ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്ന ഒരു വിഷയമാണ്. ഞങ്ങളൊക്കെ പണ്ട് അതുപോലെ നമ്മളുടെ ഒരു യാത്രാ ദുരിതത്തിന് ആശ്വാസമായി എന്ന് മൊത്തത്തിൽ ഞാൻ പറയില്ല, പക്ഷെ ആ പാലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ആ പെരുമ്പളം പാലത്തിന്റെ പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അതിശയം തോന്നുന്നത്, പെരുമ്പളംകാരി ആയതുകൊണ്ട് തന്നെ പറയട്ടെ, ആ പാലത്തിന്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉദ്ഘാടനം നടത്തി, കാര്യങ്ങളൊക്കെ ശരിയാണ്, നമ്മൾക്ക് പാതിരാത്രി ഒന്ന് സ്വന്തം വണ്ടിക്ക് തിരിച്ചു വരാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പെരുമ്പളം പാലം എന്നത് മാറ്റിയിട്ട് ഹമ്പളം പാലം എന്നാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥന. അത്രയും കൂർത്ത് നിൽക്കുന്ന ഒരു മതിൽ കിട്ടിയതുപോലെയുള്ള ഹമ്പുകളൊക്കെ വെച്ചിട്ട് മൊത്തം ഇപ്പോഴും ഒരു സൈഡിൽ കുറച്ചിങ്ങനെ ഷീറ്റ് കൊണ്ടിട്ട് വിരിക്കുക, ടാറിങ് പോലും കംപ്ലീറ്റ് ആവാത്തൊരു പാലമാണ് ഞങ്ങളുടെ പെരുമ്പളം പാലം. ആ പാലത്തിന്റെ നിർമ്മാണം മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ വർഷത്തെ ഏറ്റവും മികച്ച അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സാധാരണ മനുഷ്യർ ഇപ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും പെരുമ്പളംകാർക്ക് പാലം കിട്ടിയപ്പോൾ അഹങ്കാരമാണെന്ന്. നമ്മൾ മനുഷ്യന്മാരുടെ ഒരു ബേസിക് സ്വഭാവം എന്ന് വെച്ചാൽ 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും. അതിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 10 കിട്ടുമ്പോൾ നമുക്ക് തോന്നും 100 രൂപ വേണം, 100 കിട്ടുമ്പോൾ തോന്നും 1000 കിട്ടിയാലേ നമുക്ക് ഒതുങ്ങുള്ളൂ. അപ്പോൾ എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു പടി മുകളിലേക്ക് നമ്മൾ ആഗ്രഹിച്ചു പോകും, അത് സത്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു പ്രഹസനം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക 10 എന്നുള്ളത് 100, പിന്നീട് എന്താ പറയുക ശാബ്ദം എന്നൊക്കെ പോകും. അതിനിപ്പോൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഒരു പാലം
അതിന് വലിയ ലേറ്റ് മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം മാറ്റുക എന്നുള്ളത്. ഇത് കോടികളിലേക്കുള്ള അല്ലെങ്കിൽ അത്യാഗ്രഹമല്ല പറയുന്നത് ഞാൻ. ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളൊരു വഴി എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ പാലം ഉദ്ഘാടനം ചെയ്തു, ഇനിയിപ്പോൾ പെരുമ്പളങ്ങാരുടെ യാത്രാ ദുരിതം മാറിയെന്ന് പറയാം. പക്ഷേ പെരുമ്പളത്ത് നിന്ന് ഞങ്ങൾക്ക് ഈ 1.25 കിലോമീറ്ററുള്ള പാലം കടന്ന് ഇപ്പുറത്ത് വന്നാലും ബസ് റൂട്ടുള്ള സ്ഥലത്തേക്കല്ല പാലം ഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഒരു ശരാശരി പെരുമ്പളംകാരന്, വണ്ടിയില്ലാത്തൊരു പെരുമ്പളംകാരന് ബസ് റൂട്ടിലേക്ക് എത്തണമെങ്കിൽ പോലും പാലം കടന്ന് പിന്നെയും പോകണം. ആ ഒരു റൂട്ടിലേക്ക് ഓട്ടോ പിടിച്ച് പോകാനുള്ള ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പാലം ഒന്ന് ശരിയാക്കിയാൽ, ആദ്യം തന്നെ ഈ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കാര്യമായിരുന്നു KSRTC ബസ് അനുവദിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ ആ സമയത്ത് ഒരു KSRTC ബസ്സൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പുറമേ കണ്ട റെയിലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബസ് സർവീസ് ഉണ്ടെന്നുള്ളതാണ് വിചാരം. പക്ഷെ ആ പാലത്തിൽ കൂടി ഒരു ബസ്സിന് പോകാനുള്ള സൗകര്യങ്ങൾ നമുക്കില്ല. ആ പാലത്തിന്, ആ പെരുമ്പളംകാരിയുടെ ഒരു ആവശ്യം കൂടിയാണ് പറയുന്നത്. ആ പാലം നന്നാക്കിയെടുക്കുക, അറ്റ്ലീസ്റ്റ് സ്റ്റാറിംഗ് എങ്കിലും കഴിഞ്ഞ് തരിക എന്നുള്ളത് ഞങ്ങളോട് കാണിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഒരു ബേസിക് ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണത്. അപ്പോൾ ആ പാലത്തിൻ്റെ പേരിൽ, ഇപ്പോൾ പാലം ഞങ്ങൾക്ക് വലുതാണ്, പക്ഷെ ആ പാലത്തിൻ്റെ പേരിൽ ബെസ്റ്റ് വർക്ക് ഓഫ് ദി ഇയർ അവാർഡ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഒരു പെരുമ്പളംകാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ PK ബഷീർ ഉൾപ്പെടെയുള്ളവർ ഒരാളെങ്കിലും ഇങ്ങനൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്നത് കാണുമ്പോൾ അറിയില്ല എന്ത് പറയണം എന്നുള്ളത് അറിയില്ല. അതെ.